ഹായ് ഗെയ്സ്, ഒരു ചെറിയ യാത്ര പോകാൻ ഒത്തിരി കാശൊന്നും വേണ്ട അല്ലേ? ഇന്ന് ഞാൻ കോഴിക്കോട് നിന്നും കോയമ്പത്തൂർ വരെ പോകുന്ന ചെറിയൊരു യാത്രാവിശേഷമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ലോക പ്രശസ്തമായ ഇഷ യോഗ സെന്റർ കാണാനാണ് ഇന്ന് ഞാൻ പോകുന്നത്. രാവിലെ 7:40 ട്രെയിൻ കോഴിക്കോട് നിന്നും കോയമ്പത്തൂരിലേക്ക് യാത്ര ആരംഭിച്ചു. ട്രെയിൻ യാത്ര എപ്പോഴും എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു സ്പെഷ്യൽ ഫീലാണ് കേട്ടോ തന്നിട്ടുള്ളത്. പച്ചപ്പും നദികളും മലനിരകളും പാലങ്ങളും ഒക്കെ കടന്ന് വളരെ സുന്ദരമായ ഒരു യാത്ര. അങ്ങനെ 1:30 ട്രെയിൻ കോയമ്പത്തൂർ ജംഗ്ഷനിൽ എത്തിച്ചേർന്നു. ദക്ഷിണേന്ത്യയിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനിൽ ഒന്നാണിത്. തമിഴ്നാട്ടിലെ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് ശേഷം രണ്ടാമത്തെ ഏറ്റവും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ കോയമ്പത്തൂർ ഡിവിഷൻ. കേരളത്തെ അപേക്ഷിച്ച് കോയമ്പത്തൂർ താപനില കുറച്ച് അധികമായതുകൊണ്ട് ഊണ് കഴിക്കാൻ ഹോട്ടലുകൾ അന്വേഷിച്ചു ഞാൻ ദൂരെ എങ്ങും പോയില്ല. റെയിൽവേ സ്റ്റേഷന്റെ മുന്നിൽ 110 രൂപയ്ക്ക് മീൽസ് കിട്ടുന്ന സ്ഥലം തന്നെ കിട്ടി എന്നതാണ്. തികച്ചും ഇതൊരു ബഡ്ജറ്റ് ട്രിപ്പ് ആയതുകൊണ്ട് വീഡിയോന്റെ അവസാനം നമുക്ക് എത്ര ചിലവ് വന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും. ഒരുപാട് നല്ല വിഭവങ്ങൾ കൂടി നല്ല ഭക്ഷണം തന്നെയായിരുന്നു കേട്ടോ നമുക്ക് റെയിൻസ് ഹോട്ടലിൽ നിന്ന് ലഭിച്ചത്. നമുക്ക് ഇവിടെ നിന്നും ഇനി പോകേണ്ടത് ബസ്സിലാണ് കേട്ടോ. നമ്മൾ പോകുന്ന ഇഷയിലേക്കാണെന്ന് അറിഞ്ഞാൽ ഒരുപാട് ഓട്ടോ ടാക്സി ആൾക്കാർ നമ്മളെ ബന്ധപ്പെടും. ലോകത്തില്ലാത്ത ചാർജും അവർ നമ്മളിൽ നിന്ന് ഈടാക്കുന്നതായിരിക്കും. ഇഷയിലേക്ക് നേരിട്ടുള്ള ബസ്സിൽ സീറ്റ് കിട്ടാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് 10 രൂപ കൊടുത്താൽ ആദ്യം ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിലേക്ക് ബസ് കയറിയാൽ ട്രാഫിക് ഒന്നുമില്ലെങ്കിൽ നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേരാവുന്നതാണ്. 14D നമ്പറുള്ള സിറ്റി ബസ്സുകളാണ് ഗാന്ധിപുരം ടൗൺ ബസ് സ്റ്റാൻഡിൽ നിന്നും ഇഷ യോഗ സെന്ററിൽ സർവീസ് നടത്തുന്നത്. യാത്ര സമയം ഏകദേശം 1 മുതൽ 1.25 മണിക്കൂർ വരെ എടുക്കാവുന്നതാണ്. പോയിക്കൊണ്ടിരിക്കുമ്പോൾ മലനിരകളും ഗ്രാമപ്രദേശങ്ങളും ഒക്കെ ഒരു സൂപ്പർ യാത്രയാണ് കേട്ടോ. ഫൈനലി ഞാൻ എത്തിയിരിക്കുന്നത് ഇഷ യോഗ സെന്ററിലെ ഏറ്റവും ശക്തമായ ഒരു ധ്യാനലിംഗത്തിന്റെ വെളിയിലാണ് കേട്ടോ. ഇവിടെ സംസാരിക്കാൻ പാടില്ല, പൂർണ്ണമായും നിശബ്ദതയാണ്. അകത്ത് കയറുമ്പോൾ തന്നെ നമുക്ക് പ്രത്യേക എനർജി ഫീൽ ചെയ്യുന്നതാണ്. വീഡിയോഗ്രാഫി ഉള്ളിൽ നമുക്ക് അലോഡേ അല്ല. മതം, ജാതി, വിശ്വാസം ഒന്നും വേണ്ട, ആർക്കും ഇവിടെ വന്ന് ശാന്തമായി ഇരിക്കാവുന്നതാണ്. ഇതൊരു ക്ഷേത്രമല്ല, മെഡിറ്റേഷൻ പ്ലേസ് ആണ്. ഇവിടെ നിശബ്ദതയാണ് ഏറ്റവും വലിയൊരു അനുഭവം. ഇവിടെ സംസാരിക്കാനില്ല, ഇവിടെ പ്രാർത്ഥിക്കാൻ പോലും ഇല്ല. കണ്ണടച്ച് ശാന്തമായിരിക്കാം. ഇഷ സെന്ററിന്റെ അകത്തേക്ക് കയറുമ്പോൾ ആദ്യം കാണുന്നത് കാളവണ്ടിയാണ്. ഇവിടെ നിന്നും ആഗ്രഹിക്കുന്നവർക്ക് കാളവണ്ടിയിൽ പോകാം, അല്ലെങ്കിൽ നടന്നു പോകാം. ഞാൻ നടക്കാൻ തിരഞ്ഞെടുത്തു. കാരണം ഈ വഴിയിലൂടെ നടക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ തന്നെയാണ് എന്റെ ഈ യാത്രയുടെ റിയൽ ബ്യൂട്ടി എന്ന് പറയുന്നത്. രണ്ടു വശവും മരങ്ങൾ, മുന്നിൽ വെള്ളിയങ്കരി മലനിരകൾ. കാറ്റിന്റെ ശബ്ദം നഗരത്തിന്റെ തിരക്കിൽ നിന്നും മാറി മറ്റൊരു ലോകത്തേക്ക് പോകുന്ന ഒരു ഫീൽ ആയിരുന്നു എനിക്ക് അനുഭവപ്പെട്ടിരുന്നത്. ഓരോ ചൂടും ശാന്തതയിലേക്കുള്ള യാത്ര എന്നപോലെ തോന്നി. ദൂരത്തു നിന്നും ആദിയോഗി ആദ്യം കാണുന്ന നിമിഷം എന്റെ കണ്ണിലൂടെ ഞാൻ കണ്ടൊരു ഭംഗി എന്റെ ക്യാമറയിൽ എനിക്ക് പകർത്താൻ സാധിച്ചിട്ടില്ല എന്ന് മറ്റൊരു പരമാർത്ഥമായിരുന്നു. ഓരോ ചുവടും മുന്നോട്ട് നടക്കുമ്പോൾ ആദിയോഗി വലുതായി വലുതായി വരും. അപ്പോൾ നമുക്കൊരു ഗൂസ് ബംസ് ഫീൽ കിട്ടാനുണ്ട്. നമ്മൾ അതിന്റെ അടുത്തെത്തുമ്പോൾ മനസ്സിലാക്കും ഇതൊരു സ്റ്റാച്ചു അല്ല, മറിച്ച് ഇതൊരു അനുഭവമാണെന്ന്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ 112 അടി ആദിയോഗിയുടെ മുന്നിൽ നമ്മൾ നിൽക്കണം. അപ്പോൾ മനസ്സിലാകും നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ജീവിതത്തിന് വേണ്ടിയാണോ, അല്ലെങ്കിൽ ജീവിതം തന്നെയാണോ നമ്മളെ ഓടിക്കുന്നതെന്ന്. യോഗത്തിന്റെ ആദ്യ ഗുരുവായ ശിവനെ സ്മരിച്ചാണ് നിർമ്മിച്ചതാണ് ഈ പ്രതിമയെന്ന്. 112 അടി എന്നതൊരു നമ്പർ മാത്രമല്ല, യോഗത്തിൽ പറയുന്ന 112 മാർഗങ്ങളുണ്ട് മനുഷ്യന് മോക്ഷത്തിലേക്ക്. എന്നാൽ ഉള്ള 112 വഴികൾ അതിന്റെ പ്രതീകമായാണ് 112 അടി ആദിയോഗി എന്നതാണ്. पुष्प चंदक्की माले बिल्पत्रे मादेव निंगे चंदक्की माले बिल्पत्रे तुलसी दळवा मादप्ना पूजेगे बंदु मादेव निम्म सोजुगाद सूजु मल्लिगे ಮಾದೇವ ನಿಮ್ಮ ಮಂಡೆ ಮ್ಯಾಲೆ ದುಂಡು ಮಲ್ಲಿಗೆ. സുഹൃത്തുക്കളെ, ഈ ഒരു യാത്രയ്ക്ക് നമുക്ക് ആകെ ചിലവായത് കോഴിക്കോട്ട് കോയമ്പത്തൂർ ട്രെയിൻ ടിക്കറ്റ് ലോക്കൽ ട്രെയിൻ ആയിരുന്നു കേട്ടോ, 75 രൂപ. അവിടെ നിന്നും ഊണ് കഴിക്കാൻ 110 രൂപയായിരുന്നു കോയമ്പത്തൂർ നമ്മൾ കൊടുത്തിരുന്നത്. കോയമ്പത്തൂരിൽ നിന്നും ആദിയോഗിയിലേക്കും അവിടെ നിന്നും തിരിച്ചും ബസ്സിന് നമുക്ക് ആകെ ചിലവായത് 110 രൂപയാണ്. അതുപോലെ തിരിച്ച് കോയമ്പത്തൂരിൽ നിന്നും കോഴിക്കോട് വരെ ട്രെയിൻ ടിക്കറ്റ് 195 രൂപയാണ് നമുക്ക് ആകെ വന്നിരിക്കുന്നത്. എല്ലാം കൂടി നമുക്ക് 495 രൂപയാണ് സുഹൃത്തുക്കളെ നമുക്ക് ആദിയോഗിയിൽ എത്താൻ വേണ്ടിയിരുന്നത്.